എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം. ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. ഒപ്പം ആ ബെല്ലൈക്കണും ഓൺ ചെയ്യുക. എങ്കിലേ നമ്മൾ കൊണ്ടുവരുന്ന പുത്തൻ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കൂ. അപ്പോൾ തുടങ്ങാമല്ലേ? ശരി, ഈ ഒരു വലിയ സംഖ്യയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 104 ടൺ സ്വർണം. അതെ, 104 ടൺ സ്വർണമാണ് ഇന്ത്യ വളരെ വിജയകരമായി തിരികെ നാട്ടിലെത്തിച്ചിരിക്കുന്നത്. ആഗോള സുരക്ഷയെ നമ്മുടെ രാജ്യം ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്നതിലെ വളരെ നിർണായകമായ ഒരു മാറ്റമാണ് ഇത് കാണിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. ഈ ഒരു വിശകലനത്തില് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. 1. സാമ്പത്തിക പ്രതിരോധം അഥവാ ആ സ്വർണം. 2. ഇതിന് കാരണമായ ആഗോള ട്രിഗർ. 3. ബ്രിക്സിലെ നിർണായക നീക്കങ്ങൾ. പിന്നെ 4-മതായി ഇതിന് പിന്നിലെ നുണപ്രചാരണങ്ങളെ പൊളിച്ചെടുക്കൽ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. സാമ്പത്തിക പ്രതിരോധം അഥവാ സ്വർണം തിരികെ നാട്ടിലെത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് രാജ്യത്തിന്റെ 77% സ്വർണവും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെയാണുള്ളത്. അതായത് മുംബൈയിലെ മിന്റ് റോഡ്, പിന്നെ നാഗ്പൂർ എന്നിവിടങ്ങളിലെ ആഭ്യന്തര നിലവറകളിൽ അതിപ്പോൾ തികച്ചും സുരക്ഷിതമാണ്. വെറും 23% സ്വർണം മാത്രമേ ഇപ്പോൾ നമ്മൾ വിദേശത്ത് സൂക്ഷിക്കുന്നുള്ളൂ. ചിന്തിച്ചു നോക്കൂ, ഇതൊരു വലിയ മാറ്റമല്ലേ? നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തെ വളരെ കൃത്യമായി ഈ കണക്കുകൾ കാണിച്ചു തരുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഇന്ത്യയുടെ സ്വർണശേഖരം 290 മെട്രിക് ടണ്ണിൽ നിന്ന് ഒറ്റയടിക്ക് 197 മെട്രിക് ടണ്ണായി കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഇതൊരു അസാധാരണമായ കുറവ് തന്നെയാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഇപ്പോൾ $691 ബില്യൺ എത്തിനിൽക്കുന്ന സമയത്താണ് ഈ നീക്കം വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ ആഭ്യന്തരമായി നമ്മുടെ സ്വർണ്ണ സുരക്ഷ വർദ്ധിപ്പിക്കാനുമുള്ള വളരെ കൃത്യമായ ഒരു പ്ലാനിന്റെ ഭാഗമാണിത്. സിമ്പിളായി പറഞ്ഞാൽ ഡോളറിനോടുള്ള നമ്മുടെ ആശ്രയത്വം കുറയ്ക്കുക, അത്ര തന്നെ. ഇനി അടുത്തത് ആഗോളതലത്തിലെ ട്രിഗർ അഥവാ എന്തുകൊണ്ട് ഇപ്പോൾ ഈ സ്വർണം മാറ്റുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു നീക്കമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? ഇതിന്റെ പ്രധാന കാരണം ലോക സമ്പദ്വ്യവസ്ഥ ഇന്ന് ഒരു ആയുധമായി മാറിയിരിക്കുന്നു എന്നതാണ്. മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ, പിന്നെ അഫ്ഗാനിസ്ഥാന്റെ കാണാതായ സ്വർണശേഖരം, അതുപോലെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന പാരീസ് യുദ്ധങ്ങൾ. ഇവയെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: നമ്മുടെ സമ്പത്ത് വിദേശത്ത് സൂക്ഷിക്കുന്നത് ഇനി ഒട്ടും സുരക്ഷിതമല്ല. നാളെ യൂറോപ്പിൽ എന്തെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ നമ്മുടെ സ്വർണം അവിടെ കുടുങ്ങിപ്പോകാൻ വലിയ സാധ്യതയുണ്ട്. നമ്മൾ ആരുടെയും പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നില്ല, എന്നാൽ നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ വെറുതെ വിടുകയുമില്ല. ഈ ഒരു വാചകം നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. സൈനികവും അതുപോലെ സാമ്പത്തികവുമായ കാര്യങ്ങൾ പരസ്പരം ഇഴചേർന്നിരിക്കുന്ന ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് സ്വന്തം കാലിൽ നിൽക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ശരി, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. ഇത് രാജ്യത്തിന്റെ നയതന്ത്ര സുരക്ഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇതിനിടയിലാണ് വളരെ ഞെട്ടിക്കുന്നൊരു അവകാശവാദവുമായി ഒരു അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഇന്ത്യയെ ബ്രിക്സിൽ നിന്നു പുറത്താക്കുകയാണോ? എന്താല്ലേ? അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ബ്രിക്സിലെ നീക്കങ്ങളും നയതന്ത്ര സുരക്ഷയും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കെട്ടുകഥയെയും യാഥാർത്ഥ്യത്തെയും വേർതിരിച്ചറിയുക എന്നതാണ്. ബ്രിക്സിനായി പുതിയൊരു കറൻസി എന്നത് ആരും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ സർക്കാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ ആതിഥേയർ ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ അതിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമല്ലേ? ഇറാന്റെ മാധ്യമങ്ങൾ എന്ന വ്യാജേന ചില ഫേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇന്ത്യയെ ചീഞ്ഞ ആപ്പിൾ അല്ലെങ്കിൽ റോട്ടൻ ആപ്പിൾ എന്ന് വിളിക്കുന്ന ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ് കേട്ടോ. ഇന്ത്യ അമേരിക്കയുടെ ഒരു പ്രോക്സിയായി പ്രവർത്തിച്ച് ഈ ബ്രിക്സ് സഖ്യത്തെ നശിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശരിക്കും ശ്രമിക്കുന്നത്. അവസാന ഭാഗം, ഈ നുണകളെ പൊളിച്ചെടുക്കൽ. അപ്പോൾ ആരായിരിക്കും ഇതിനൊക്കെ പിന്നിൽ? ഇതെല്ലാം വ്യാജവാർത്തകളാണെങ്കിൽ ആരാണ്, എന്തിനാണിത് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ ഇതിനു പിന്നിൽ കടുത്ത നിരാശയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംഭവം ഇതാണ്: തുർക്കിയെയും പാകിസ്ഥാനെയും ബ്രിക്സിൽ ഉൾപ്പെടുത്താൻ ചൈന ഒരു നിർദ്ദേശം വെച്ചു. എന്നാൽ കൃത്യമായ വികസനോന്മുഖ മാനദണ്ഡങ്ങളില്ലാത്തതുകൊണ്ട് ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തു. ഈ 2 രാജ്യങ്ങളും തങ്ങളുടെ നിരാശ തീർക്കാൻ തുടങ്ങിയ ഒരു പ്രതികാര നടപടി മാത്രമാണ് നമ്മൾ ഈ കാണുന്ന വ്യാജവാർത്താ ക്യാമ്പയിൻ.
നിങ്ങൾക്കറിയാമോ, ബ്രിക്സിൽ ഒരു പുതിയ അംഗത്തെ ഉൾപ്പെടുത്തണമെങ്കിൽ അതിലെ എല്ലാ അംഗരാജ്യങ്ങളുടെയും പൂർണ്ണ സമ്മതം കൂടിയേ തീരൂ. അതായത് ഇന്ത്യയുടെ ഒരൊറ്റ വീറ്റോ അധികാരം മതി അവരുടെ പ്രവേശനം തടയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ നിരാശരായ ആളുകൾ ഇന്ത്യയെ ഒരു വില്ലനായി ചിത്രീകരിക്കാനും ഇന്ത്യയിൽ വച്ച് നടക്കാനിരിക്കുന്ന ഉച്ചകോടിയെ ഏതുവിധേനയും തകർക്കാനും ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളിപ്പോൾ വ്യക്തമായല്ലോ. ആത്യന്തികമായി ഇന്നത്തെ ഈ വിശകലനം നമ്മളോട് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. വിദേശ നിലവറകളിൽ നിന്ന് 104 ടൺ സ്വർണം തിരിച്ചെടുക്കുന്നതായാലും അതല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വ്യാജവാർത്തകൾക്കെതിരെ പോരാടുന്നതായാലും പണവും മാധ്യമങ്ങളും ഒരുപോലെ ആയുധമാക്കപ്പെടുന്ന ഈ സങ്കീർണമായ കാലഘട്ടത്തിൽ വളർന്നുവരുന്ന രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ പരമാധികാരത്തെ ശക്തമായി പ്രതിരോധിച്ചേ മതിയാകൂ. നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തും യാഥാർത്ഥ്യങ്ങളും സംരക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണ്? ഈ ഒരു വലിയ ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും മറ്റൊരു മികച്ച വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.